ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ളോഗ്സ്. അപ്പോൾ അധികം ലാഗ് അടിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കയറി കാണണം കേട്ടോ. എന്താ വ്ളോഗിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്കിന് പോകലായിരുന്നു. നയന എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൈഡിൻ്റെ ബെട്രോതൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ടൈമിലുള്ള യാത്ര കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു വർക്കിന് പോവുകയാണ്. ഏകദേശം ഒരു 4:30 ടൈമാണ് കേട്ടോ. നമുക്ക് 5 മണിക്ക് അവിടെ എത്തണം. അങ്ങനെ ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു ചായ കുടിച്ചു കേട്ടോ. വീട്ടിൽ അത്ര നേരത്തെ ഇറങ്ങിയ കാരണം നമ്മൾ പുറത്തുനിന്നൊരു ചായ കുടിച്ചു. ആളുടെ വീട് എത്താറായപ്പോഴാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ നമ്മളിത് ആളുടെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് ലഗേജും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു. മേക്കപ്പിൻ്റെയും അതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾ നമ്മുടെ നിന്ന് തന്നെയാണ് ഗൗണെല്ലാം എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഗൗണിൻ്റെയും ഓർണമെൻറ്റ്സ് അതുപോലെ ബൊക്കയുടെ ബാഗാണ് കേട്ടോ. ഇത് അത് നമ്മുടെ മേക്കപ്പിൻ്റെ ബോക്സാണ്. അങ്ങനെ നമ്മളിത് ആ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറി. ആൾ ഫ്രഷ് ആയി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ തന്നെ ആദ്യം ഗൗണ് വെയർ ചെയ്തു കേട്ടോ. അതിനുശേഷം ആൾക്ക് ലെൻസ് ഒന്ന് വെച്ച് കൊടുത്തു. ഫസ്റ്റ് തന്നെ ലെൻസ് വെച്ചതിന് ശേഷം നമ്മൾ ആളുടെ ഹെയർ ഒന്ന് പ്രിപ്പ് ചെയ്തതിന് ശേഷം ക്രിമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആളുടെ ഒരു ക്രൗൺ പോർഷനും കൂടിയാണ് ക്രിമ്പ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രിമ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് വർക്ക്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ക്രിമ്പിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആളുടെ ഫേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആളുടെ ഇനി ഫേസ് ചെയ്യുന്നത് കാണാം. അങ്ങനെ ആളുടെ ഹെയർ ക്രിമ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് ബാക്കിലേക്ക് കെട്ടി വെച്ചു. ആളുടെ സ്കിൻ പ്രപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ ബെട്രോതൽ ലുക്ക് നമ്മൾ കൊടുത്തത് കുറച്ച് മുസ്ലിം ടച്ച് വരുന്ന പോലത്തെ ഒരു മോഡലായിരുന്നു. അതുപോലെ ചെറിയ രീതിയിലൊരു സ്കിൻ ഗ്ലാസ് മേക്കപ്പാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഇതും ഏകദേശം ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. ആൾ ചോദിച്ചത് കുറച്ച് ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സ്കിൻ പ്രപ്പും ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫേസിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ചെറിയ രീതിയിലാണ് കൺസീൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. നമ്മളതൊക്കെ കൺസീൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൾ എന്താ പറയുക, നമ്മൾ ആൾക്കൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ആളെ നല്ല രീതിയിൽ ആളുടെ കഴുത്തൊന്നും വേദനിക്കാത്ത പോലെയാണ് നമ്മൾ ഇരുത്തിയേക്കണത് കേട്ടോ. അങ്ങനെ ആളുടെ ഇഷ്ടത്തിന് നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം കേട്ടോ. അങ്ങനെ അത് ആളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തിയിട്ടോ. കാരണം ബെട്രോതലിനൊരു ന്യൂഡ് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെഡ്ഡിങ് ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രൈഡിൻ്റെയും അതുപോലെ നമ്മുടെയും ഒരു കൺസേൺ ആയിരുന്നു കുറച്ച് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ടൈപ്പ് ഇങ്ങനെ മാറ്റാം എന്നുള്ളത്. അപ്പോൾ മാറ്റിയത് ആൾക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾ ചോദിച്ച പോലെ തന്നെയാണ് ആൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ലാഷസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആലോചിക്കുകയാണ്, ലാഷ് വേണോ വേണ്ടേന്നുള്ളത്. ലാസ്റ്റ് നമ്മളത് വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാഷ് വെക്കുമ്പോഴാണ് കുറച്ചും കൂടി എന്താ പറയുക ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അത് കാരണം നമ്മൾ ലാഷ് വെക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ആൾക്ക് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. നല്ല നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. മാല, കമ്മൽ, റിങ്ങും ഉണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് സെറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഇത് നോക്കുകയായിരുന്നു കേട്ടോ. ആൾക്ക് നമ്മൾ പിടിച്ചൊക്കെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഹെയർ കെട്ടേണ്ടതെന്നുള്ളത്. ഫുള്ള് ബാക്കിലേക്ക് എടുത്തിട്ട് ചെയ്യണോ, അതുപോലെ ലൈൻസ് ഇട്ട് ചെയ്യണോ, അങ്ങനെയൊക്കെ കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ വിചാരിച്ചു. ബാക്കിൽ ബൺ ടൈപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് രണ്ടുപേർക്കും, ബ്രൈഡിനും അതെ നമുക്കും അതെ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് നമ്മൾ ഫ്രീ ഹെയർ വിട്ടു കേട്ടോ. ഫുൾ ഫ്രീ ഹെയർ വിട്ടു. ഫുൾ ഫ്രീ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് കോംബ് ചെയ്ത് നമ്മൾ ഹെയർ ഫുൾ കേൾ ചെയ്തിട്ടുള്ള മോഡലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ആളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ആൾ പറഞ്ഞ പോലെ 2 ടൈപ്പ് നമ്മൾ വെച്ച് കാണിച്ചു കൊടുത്തിട്ട് ആളുടെ ഇഷ്ടം പോലെ നമ്മൾ മാറ്റാണ് കേട്ടോ ചെയ്തത് ഹെയർ സ്റ്റൈല്.
മേക്കപ്പും ഹെയർ സ്റ്റൈലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെയിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ വെയിൽ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പൊക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പ് വെയിലാണ് കേട്ടോ ഈ ഒരു ഗൗണിന് വരുന്നത്. മെർമെയ്ഡ് ഗൗണാണിത്. അങ്ങനെ നമ്മളിത് ആ വെയിലും കൂടെ സെറ്റ് ചെയ്യാണ്, അത്രയും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബ്രൈഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സ് തിരിച്ച് കൊണ്ടുതരാൻ വന്ന സമയത്ത് അവരുടെ ഫാദറും എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പുകൾക്ക് കുറച്ചൊരു എന്തോ ഒരു ഭയങ്കര കളർ തോന്നിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയുന്നില്ല. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര വൈറ്റിഷ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഒന്നും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് മാത്രം അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ബ്രൈഡിൻ്റെ അമ്മ ആൾക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ ആ ടൈമിൽ. അങ്ങനെ ഒരുവിധം നമ്മുടെ ഹെയർ സ്റ്റൈലെല്ലാം കഴിഞ്ഞു. ബാക്കിലൊരു വൈറ്റ് കളറ് ഒരു ആക്സസറി ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് വരുന്നത്. ബാക്കി വീഡിയോസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടിയും ഒരു സ്പ്രേ ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫുൾ മേക്കപ്പ് കഴിഞ്ഞു. ഫോട്ടോഗ്രാഫേഴ്സ് വരാറായിട്ടോ. നമ്മൾ പറഞ്ഞതിലും നേരത്തെ തന്നെ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം പറയും, പക്ഷെ അത്ര ടൈം നമുക്ക് വേണ്ട. നമ്മൾ കുറച്ച് നേരത്തെ പറയുന്നേ ഉള്ളൂ. കാരണം ലാസ്റ്റ് ആ ഒരു ഹറിബറി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബ്രൈഡ് ചൂസ് ചെയ്ത ഗൗണും ഓർണമെൻറ്റ്സും. നമ്മുടെ കയ്യിലുള്ള ബൊക്കെയാണ് കേട്ടോ അത്. ഫ്ലോറിറ്റയുടെ ബൊക്കെയാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും മേക്കപ്പും ഈ ഫുൾ ഔട്ട്ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക് എന്നുള്ളതെല്ലാം. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. അവർ ഫുഡ് നമുക്ക് അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നേരെ സ്റ്റോറിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.